ഹായ്, നിങ്ങൾക്കും വീഡിയോ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യണോ? അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാം, അതും വാട്ടർമാർക്ക് ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ സ്റ്റാറ്റസ് ഇടാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലാന്ന് വെച്ചെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്പുകളിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാന്നുള്ളൊരു ഇതാണ്. അപ്പൊ നമുക്ക് VN എഡിറ്റർ ആപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ VN എഡിറ്റർ ആപ്പ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ട ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഒന്ന് ഫോളോ ചെയ്യണം. VN എഡിറ്റർ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ന്യൂ പ്രൊജക്റ്റ്. അപ്പോൾ ചോദിക്കും വീഡിയോ ബേസ്ഡ് ആണോ മ്യൂസിക് ബേസ്ഡ് ആണോ? വീഡിയോ ബേസ്ഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നൈറ്റ് വീഡിയോ എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ വീഡിയോ. ഇത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു പാട്ട് ആഡ് ചെയ്യണം. നമുക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പാട്ട് നമ്മൾ ഓൾറെഡി പാട്ടെടുക്കാനാണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്തെടുക്കാം, അല്ലാതാണെന്ന് വെച്ചാൽ മൈ മ്യൂസിക്കിൽ പോയിട്ട് എടുക്കാം. അപ്പോൾ ആ പാട്ട് കണ്ണോട് കണ്ടപ്പോൾ കണ്ട അപ്പോൾ രണ്ട് സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സൗണ്ട് ഒഴിവാക്കാനാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അല്ലാന്നാണ് വെച്ചെങ്കിൽ ഈ പാട്ടെടുത്തിട്ട് അതിൻ്റെ സൗണ്ട് വോയിസ് ഇവിടെ മതിയാവും. ഓക്കെ, പിന്നെ പോരാത്ത ഇതിൻ്റെ സൗണ്ടും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത് കൂട്ടാം, കുറയ്ക്കാം, എത്ര വേണമെങ്കിലും. കണ്ണോട് കണ്ടപ്പോൾ ഓക്കെ, പിന്നെ അതുപോലെ ഇവിടെ എഫക്റ്റ് കൊടുക്കണം എന്നാണ് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. ഇവിടെ നമുക്കൊന്ന് സ്പ്ലിറ്റ് കൊടുക്കുക. എന്നിട്ട് സ്പ്ലിറ്റ് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എഫക്റ്റ് ചോദിക്കും ഏതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടെത്തി ഞാൻ ഒരുപാട് എഫക്റ്റുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൈറ്റിൽ കൊടുക്കണം എന്നാണ് വെച്ചെങ്കിൽ ഇവിടെ ടൈറ്റിൽ കൊടുക്കാം. നൈറ്റ് റൈഡ് അവിടെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നൈറ്റ് റൈഡ് ഓക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് എന്താണെന്ന് വെച്ചെങ്കിൽ അതും കൊടുക്കാം. ഇവിടെ ചെറുതാക്കിയിട്ട് ഈ സൈഡിൽ എവിടെയെങ്കിലും കൊടുത്താൽ മതിയാവും. ഓക്കെ, അത് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. എത്ര വേണോ നമുക്ക് എത്രയും കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് കുറച്ച് സ്പീഡ് കൺട്രോൾ ചെയ്യണം എന്നാണ് വെച്ചെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യാം. സ്പീഡിലായി കുറച്ച് സ്പീഡ് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാം. നമ്മൾ ഒരു ചാനൽ തുടങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൽ സ്റ്റിക്കർ കൊടുക്കാം. അപ്പോൾ യൂട്യൂബിൻ്റെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇൻസ്റ്റാഗ്രാം ആണെന്നാണ് വെച്ചെങ്കിൽ ഇൻസ്റ്റാഗ്രാം കൊടുക്കുക. എന്നിട്ട്
സ്റ്റാമുണ്ട്. നമുക്ക് ഇത് കുറച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സൈഡിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരുക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ പേരും കൊടുക്കാം. ഓക്കെ, പേര് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാനാണെങ്കിൽ അത് കൊടുക്കാം. സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ഇതിലൊരു വേറൊരു ഇത് ആഡ് ചെയ്യണം എന്നാണ് വെച്ചെങ്കിൽ, ഒരു ഫോട്ടോ ആഡ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ ആഡ് ചെയ്യണം എന്നാണ് വെച്ചെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫിൽറ്റർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫിൽറ്റർ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, നല്ല നൈറ്റ് മോഡലാക്കി കൊടുക്കാം. മോഡലാക്കാം. ഓക്കെ, എന്നിട്ട് അതിൽ സേവ് ബട്ടൺ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4K വീഡിയോയിൽ അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക്കായിട്ട് 4K 121 MB ആയിട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ.